ഹായ് എവരിവൺ. സോ നിങ്ങൾ കാത്തിരുന്ന ആയുർവേദയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ഒക്കെ സെക്കൻഡ് അലോട്ട്മെന്റ് അങ്ങനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് മക്കളെ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇന്നോ നാളെയോ ആയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ഒഫീഷ്യൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ നമുക്ക് കോളേജിൽ പോയിട്ട് ക്യാമ്പസിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റൂ. പക്ഷേ നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് പ്രൊവിഷണൽ ആണ്. അത് വെച്ചിട്ട് നമ്മുടെ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ലാസ്റ്റ് റാങ്കുകൾ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി വരാൻ പോകുന്നത് തേർഡ് അലോട്ട്മെന്റ് ആയിരിക്കും. അതിനുശേഷം സ്ട്രേ വേക്കൻസി റൗണ്ട് ആയിരിക്കും. MBBS-നെയും BDS-നെയും തേർഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു. അക്കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചോ എന്ന്. നിങ്ങൾ സിയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അവിടെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു മെനു കാണാം. അവിടെ ഈ പ്രൊവിഷണൽ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. യെസ്, എനിവേ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കുള്ളിൽ അറിയിക്കേണ്ടതാണ് ഈ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. യെസ്, അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടെയോ നാളെ രാവിലെയോ തന്നെ നിങ്ങൾക്ക് എന്ന് ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. യെസ്, ഓക്കെ. നമ്മൾ ഇനി ഓരോ കോഴ്സിനും ആർക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചു, നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആർക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് കാണാം. എല്ലാ കോഴ്സുകളുടെയും നമ്മൾ നോക്കുന്നുണ്ട്. ഇതനുസരിച്ചായിരിക്കും തേർഡ് അലോട്ട്മെന്റിലേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കാം. സോ ആദ്യം BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ആണ്. ജനറൽ ഗവൺമെന്റ് സീറ്റിലെ ജനറൽ കാറ്റഗറിക്ക് 7,953 വരെ അഡ്മിഷൻ ലഭിച്ചു ഇത്തവണ സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ. ഈഴവ 10,326. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. യെസ്, മുസ്ലിം കാറ്റഗറി 9,886, ഏകദേശം 10,000-ഓളം ക്ലോസ് കിട്ടിയിട്ടുണ്ട്. യെസ്, LA കാറ്റഗറി ആണെങ്കിൽ 16,623, DV 14,021, VK 10,683, BH 10,924, BX 13,954, KN 20,675, KU 34,505, SC 20,464, ST 32,081, EW 14,219. ഇതുവരെയാണ് BSc ഓണേഴ്സ് അഗ്രികൾച്ചറിന് ഗവൺമെന്റ് സെക്ടറിൽ രണ്ടാം അലോട്ട്മെന്റിലൂടെ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക്. യെസ് മക്കളെ, BVSC വെറ്റിനറിയിലേക്ക് പോവാണ്. ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു ഫോമാണ്, ഒരു ഫീൽഡാണ് വെറ്റിനറി. ഒരു വെറ്റിനറി ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്ന നിരവധി കുട്ടികളുണ്ട്. യെസ്, നമുക്ക് നോക്കാം. 4,003 വരെ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. വയനാടാണ്. തൃശ്ശൂര് 3,504 ജനറൽ കാറ്റഗറിയുടെ ലാസ്റ്റ് റാങ്ക്, ക്ലോസിംഗ് റാങ്ക് ആ കോളേജിൽ വന്നിരിക്കുന്നത്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 4,892. മുസ്ലിമിന്റെ ക്ലോസിംഗ് റാങ്ക് 4,774, LAയുടേത് 7,347, DV ധീവരയുടേത് 14,221, വിശ്വകർമ്മ 5,464, ബാക്ക്വേർഡ് ഹിന്ദു 7,764, 7,764 ആണ്. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി ആണ്. 6,444. KN കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 16,818. KU കുടുംബി 27,474, SC 18,350, ST 30,266. ഇക്കണോമിക്കലി വീക്കർ സെഷന് 5,359 റാങ്ക് വരെ വന്നിട്ടുണ്ട്. ക്ലോസിംഗ് റാങ്ക് അതാണ്. വയനാട്ടിലാണ് കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. യെസ്, ഇനി ആയുർവേദയുടെ ഗവൺമെന്റ് സീറ്റുകൾ ആദ്യം നോക്കാം. അതിനുശേഷം സെൽഫ് ഫിനാൻസിങ് കാണാം. ഓക്കെ, ആയുർവേദയുടെ ഗവൺമെന്റ് കിട്ടിയിരിക്കുന്നത് 10,702. ഈഴവ കാറ്റഗറി 12,805 വരെ കിട്ടി. 12,803 ആയുർവേദ കോളേജ് പരിയാരം കിട്ടി. അപ്പോൾ ഏകദേശം 12,800 ആ ഒരു റാങ്കാണ് ക്ലോസിംഗ് വന്നത്. യെസ്, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 12,329 വരെ കിട്ടിയിട്ടുണ്ട്. ആയുർവേദ കോളേജ് പരിയാരത്താണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. LA കാറ്റഗറി 18,458 വരെ കിട്ടിയിട്ടുണ്ട്. DV ധീവരയ്ക്ക് 20,692 വരെ കിട്ടി. ക്ലോസിംഗ് റാങ്ക് അതാണ്. വിശ്വകർമ്മയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 14,458. ബാക്ക്വേർഡ് ഹിന്ദുവിന്റെ ക്ലോസിംഗ് റാങ്ക് 12,585. ബാക്ക്വേർഡ് ക്രിസ്ത്യന്റെ ക്ലോസിംഗ് റാങ്ക് 15,588 ആണ്. KNന്റെ ക്ലോസിംഗ് റാങ്ക് 32,819. 34,160 വരെ KUന് കിട്ടി. 22,264 വരെ SC കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് അത്രയും വന്നിട്ടുണ്ട് ഇത്തവണ. സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ STയിൽ 32,226 വരെ കിട്ടി. 30,000 റേഞ്ചുകാർക്ക് പല കോളേജിലും, അതായത് ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും 30,000 റാങ്കിന് കിട്ടിയിട്ടുണ്ട്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ എടുക്കുകയാണെങ്കിൽ 19,560 ആണ് ഗവൺമെന്റ് ആയുർവേദയുടെ ഇത്തവണത്തെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഈ റാങ്കാണ് ക്ലോസിംഗ് റാങ്ക്. യെസ്, നമുക്ക് പെട്ടെന്ന് തന്നെ ആയുർവേദയുടെ സെൽഫ് ഫിനാൻസിംഗും കൂടി ഒന്ന് നോക്കാം. സെൽഫ് ഫിനാൻസിംഗ് 39,262 ആണ് ക്ലോസിംഗ് ഓപ്പൺ കാറ്റഗറി. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 40
44,251 മുസ്ലിമിന്റെ ക്ലോസിംഗ് റാങ്ക് 44,710. ഇതൊക്കെ ഏകദേശം ഒരുപോലെയാ. എസ് എൽ എയുടേതും അതേ റാങ്ക് ഏകദേശം 40,000 ക്രോസ് ചെയ്തിട്ടുണ്ട്. 43,566 ഡി വിയുടേത് 40,016, വി കെയുടേത് 44,950, ബാക്ക്വേർഡ് ഹിന്ദു 39,808, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 42,318, കെ എൻ 44,478, എസ് സി 39,922, എസ് ടി 44,396, ഇ ഡബ്ല്യു 40,290. അതായത് ഏകദേശം എല്ലാ കാറ്റഗറിക്കും 40,000 അടുപ്പിച്ച് തന്നെ വന്നിട്ടുണ്ട് ലാസ്റ്റ് റാങ്ക്. ആ ഒരു റാങ്കിനോളം അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞു. യെസ്, നെക്സ്റ്റ് വൺ ബി എസ് സി ഓണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ആണ്. ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 15,220 ആണ്. ഏകദേശം അതേ റാങ്ക് തന്നെയാണ് എല്ലാ കാറ്റഗറിക്കും വന്നിരിക്കുന്നത്. 10,000 16,000 അടുപ്പിച്ചാണ്. ഡി വി 22,000 കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാക്ക്വേർഡ് ഹിന്ദു 19,000 കിട്ടിയിട്ടുണ്ട്. എസ് ടി 37,000 റാങ്കിന് കിട്ടിയിട്ടുണ്ട്. 37,745. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ 21,649 ആണ്. യെസ്, നെക്സ്റ്റ് വൺ ഇസ് ഹോമിയോപ്പതി. ഹോമിയോയുടെ ഗവൺമെന്റ് സീറ്റുകൾ ആർക്കൊക്കെയാണ്, ഓരോ കാറ്റഗറിയിലും ആർക്കൊക്കെ ലഭിച്ചു പെട്ടെന്ന് നോക്കിക്കോ. യെസ്, ആദ്യം ഓപ്പൺ കാറ്റഗറിയാണ്. ഓപ്പൺ കാറ്റഗറി പല കോളേജിലും ഒരു 3-4 കോളേജിൽ 13,000 റാങ്കിനോട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതിൽ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 13,539. ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് നെയ്മത്താണ് കിട്ടിയിരിക്കുന്നത്. ഈഴവയുടെ ക്ലോസിംഗ് റാങ്ക് 15,485. 15,485 ആണ്. മുസ്ലിം 14,905, എൽ എ 21,269, ഡി വി 29,484, വി കെ 16,094, ബാക്ക്വേർഡ് ഹിന്ദു 16,526, കെ എൻ 26,015, എസ് സി 26,038, എസ് ടി 40,133, ഇ ഡബ്ല്യു 22,357. ഇത്രയുമാണ് ഗവൺമെന്റ് സെക്ടറിൽ ഹോമിയോയ്ക്ക് കിട്ടിയ കുട്ടികളുടെ ക്ലോസിംഗ് റാങ്ക്. യെസ്, നെക്സ്റ്റ് വൺ ഇസ് ബി ടെക് ബയോടെക്നോളജി ആണ്. പെട്ടെന്ന് നോക്കാമേ. യെസ്, ബി ടെക് ബയോടെക്നോളജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി ട്രിവാൻഡ്രം ക്യാമ്പസ് ആണ്. ഓപ്പൺ കാറ്റഗറി 9,261. ഏകദേശം 10,000 റാങ്കിനോട് ക്ലോസ് ആണ് വന്നിരിക്കുന്നത്. ഈഴവ 10,420, മുസ്ലിം കാറ്റഗറി 10,939, എൽ എ 14,665, ഡി വി 15,133, 10,826 വി കെയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 12,442 ബാക്ക്വേർഡ് ഹിന്ദുവിലും, എസ് സിക്ക് 21,792, 32,561 എസ് ടിക്കും, 17,224 എക്കണോമിക്കലി വീക്കർ സെഷനും സെക്കൻഡ് അലോട്ട്മെന്റിലൂടെ അങ്ങനെ സീറ്റ് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, ഈ കുട്ടികളൊക്കെ ജോയിൻ ചെയ്യോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അതിന്റെ ആ ഒരു വേക്കൻസിയും കാര്യങ്ങളും വന്നതിന് ശേഷമായിരിക്കും തേർഡ് അലോട്ട്മെന്റ് വരിക. ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതാണ് തേർഡ് അലോട്ട്മെന്റ്. യെസ് മക്കളെ, ബി എസ് സി ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ് ആണ്. ഇനി 1-2 കോഴ്സുകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ബി യു എം എസും ബി എസ് എം എസും ബി എസ് സി ഫോറസ്ട്രി. യെസ്, ഇത് നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറി 13,689 വരെ ബി എസ് സി ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസിന് കിട്ടിയിട്ടുണ്ട്. ഈഴവ 14,245, മുസ്ലിം 13,896, എൽ എ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത് 19,287 ആണ്. ഡി വിക്ക് വന്നിരിക്കുന്നത് 23,434, വി കെക്ക് വന്നിരിക്കുന്നത് 15,110, ബാക്ക്വേർഡ് ഹിന്ദുവിന് 15,339, എസ് സിക്ക് 23,090, എസ് ടിക്ക് 34,398, ഇക്കണോമിക്കലി വീക്കർ സെഷന് 23,468 ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. യെസ്, ബി എസ് സി ഫോറസ്ട്രി. ഇനി 3 കോഴ്സുകൾ കൂടി നമുക്ക് നോക്കാം. ബി എസ് സി ഫോറസ്ട്രി ആണ്. കോളേജ് ഓഫ് ഫോറസ്ട്രി വെള്ളാനിക്കര തൃശ്ശൂർ ആണ്. യെസ്, നോക്കാം. ആദ്യം ഓപ്പൺ കാറ്റഗറി ആണ്. 11,759 ക്ലോസിംഗ് റാങ്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഈഴവയും മുസ്ലിമും 12,000 ക്ലോസിംഗ് റാങ്ക്. എൽ എ 15,000 കിട്ടി, 15,809 കിട്ടി. ഡി വി നോക്കുകയാണെങ്കിൽ 16,000 വന്നിട്ടുണ്ട്. വി കെയും ബാക്ക്വേർഡ് ഹിന്ദുവും 11,000 റേഞ്ചിലാണ്. എസ് സി 22,
ST 32, ഈഴവ 17 ആ ഒരു റേഞ്ചിലാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് BSMS. ഇനി BSMS സിദ്ധയും യുനാനിയുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സിദ്ധയുടെ കാര്യം പറയുകയാണെങ്കിൽ സിദ്ധ 44,171 ഓപ്പൺ കാറ്റഗറി. അപ്പൊ ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്കറിയാം എല്ലാ കുട്ടികളെയും ആദ്യം കൺസിഡർ ചെയ്യുക ഓപ്പൺ കാറ്റഗറിയിലാണ്. ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾക്ക് സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ വെച്ചിട്ടുള്ള സാധ്യത നോക്കുക. ഇപ്പൊ നിങ്ങൾ ഈഴവ കാറ്റഗറിയിൽ പെടുന്ന ഒരു കുട്ടിയാണ്, ആദ്യം നിങ്ങളെ കൺസിഡർ ചെയ്യുക ഓപ്പൺ കാറ്റഗറിയിൽ. ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈഴവ കാറ്റഗറി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 44,000 റാങ്കിന് തന്നെ ജനറലിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, യെസ്. ഇനി യുനാനിയും അങ്ങനെ തന്നെയാണ്, 44,926 റാങ്കിന് സിദ്ധയും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞു. സോ അങ്ങനെ പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രിയോട് കൂടിയോ നാളെ മോർണിംഗോട് കൂടിയോ അല്ലെങ്കിൽ നാളെ ഈവനിങ്ങോട് കൂടിയോ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോയിട്ട് ജോയിൻ ചെയ്യാം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് റാങ്ക് ഒക്കെ ഇത് തന്നെ ആയിരിക്കും. കാരണം ഇനി ആർക്കും പുതുതായിട്ട് അപ്ലൈ ചെയ്യാനൊന്നും സാധിക്കത്തില്ല. ഇനി എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വരുന്ന മാറ്റം മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. യെസ്, അപ്പോൾ കിട്ടാത്ത ആളുകളൊന്നും വിഷമിക്കേണ്ട. ഇനി നമ്മുടെ മുന്നിൽ അവസരം ഉണ്ടല്ലോ, തേർഡ് അലോട്ട്മെന്റ് വരാനുണ്ട്. അതേപോലെ സ്ട്രേ വേക്കൻസി റൗണ്ട് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് വൈസായിട്ട് തീരുമാനങ്ങൾ എടുക്കുക മക്കളെ. ഇതൊന്നും കിട്ടിയ ആൾക്കാര് മറ്റന്നാളത്തോടു കൂടിയൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ കിട്ടാത്ത ആൾക്കാർ വിഷമിക്കരുത്. ഇതിന്റെ അടുത്ത റൗണ്ടിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ MBBSന്റെയും BDSന്റെയും ഓപ്ഷൻ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അവിടെ വേണ്ട കൺഫർമേഷനൊക്കെ നടത്തി വേണ്ട റീഅറേഞ്ച്മെന്റും അല്ലെങ്കിൽ ഡിലീഷനും ഒക്കെ കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി മീറ്റ് ചെയ്യാം. ബൈ.